വിഷു ബമ്പർ അടിച്ച പൊന്നഞ്ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ബഹുമാന്യരെ, നമ്മുടെ ഈ അമ്മ ലോട്ടറിയിൽ നിന്നും ഈ പ്രാവശ്യത്തെ വിഷു ബമ്പർ ലോട്ടറി എടുത്ത് അദ്ദേഹത്തിന് ഭാഗ്യം തുണച്ച ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. അച്ഛന് ടിക്കറ്റ് കൊടുത്തത് ഞങ്ങളുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മണപ്പള്ളി യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് അംഗവും ഞങ്ങളുടെ ആക്റ്റീവ് മെമ്പറുമായ അനിൽ ഡിയുടെ കടയിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കടയിൽ നിന്ന് എടുത്തതിനും അദ്ദേഹത്തിന് ഇത് കിട്ടിയതിനുള്ള ഒരു അനുമോദനം അദ്ദേഹത്തിന്റെ വകയായിട്ട് നൽകുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇത് അനിലിന്റെ കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യം ഒരു പൂച്ചെണ്ട് നൽകുന്നു. വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടി അതിന്റെ പ്രസിഡന്റ് ഹരിപ്രസാദ്, കേരള വ്യാപാരി വ്യവസായി മണപ്പള്ളി യൂണിറ്റിന്റെ പ്രസിഡന്റ് ഹരിപ്രസാദ് പൊന്നാട അണിയിക്കുന്നു. ഞങ്ങളുടെ ട്രഷറർ അദ്ദേഹത്തെ ഒരു അനുമോദിച്ച് ഹസ്തദാനം ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങളുടെ ലോട്ടറി ഏജൻസിക്കും അതുപോലെ ഈ ഭാഗ്യം ലഭിച്ച അച്ഛനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ തുക വേണ്ട വിധം വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നാടിനും നാട്ടാർക്കും പാവത്തുങ്ങൾക്കും ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. കാരണം അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അദ്ദേഹവും അമ്മയും. സമ്പത്ത് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അത് വേണ്ട വിധം ഉപയോഗിക്കുക. ഈ മോനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, ഇദ്ദേഹം ഒരു ദിവസം കുറഞ്ഞത് ഒരു 50-60 കിലോമീറ്റർ നടക്കുന്ന ഒരാളാണ്. ഈ പ്രദേശത്തുള്ള സാധാരണക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് വിനോദ്. ഇപ്പൊ കുറച്ച് ദിവസം 2 ദിവസം കൊണ്ട് വിനോദിന്റെ പേര് ഇവിടെ വളരെ പ്രസിദ്ധമായിരിക്കുകയാണ്. ആ അച്ഛനെക്കാട്ടി കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്നുള്ള നിലയിലാണ് ആൾക്കാർ അദ്ദേഹത്തെ അറിഞ്ഞത്. ഇവിടെ മണപ്പള്ളിയിൽ എല്ലാവരും കുറെ അധികം ആൾക്കാർ അദ്ദേഹത്തെ അറിയുകയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തിന് ടിക്കറ്റിന്റെ ബിസിനസ് ആണ്. എന്തായാലും അദ്ദേഹത്തെ എല്ലാവിധ ആശംസകളും നേരുന്നു. അമ്മ ലോട്ടറിയുടെ അനിൽ ഡി പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ബമ്പർ ടിക്കറ്റ് കൂടി അച്ഛന് കൊടുത്തുകൊണ്ട് മൻസൂൺ ബമ്പർ എത്രയായിരുന്നത് 10 കോടി രൂപയുടെ മൻസൂർ ബമ്പർ കൂടി അദ്ദേഹത്തിന് സൗജന്യമായി നൽകുകയാണ്. അപ്പൊ ഇതും അടിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. സാധാരണക്കാർക്ക് കിട്ടട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കാം. ഈ നാടിന്റെ വികസനം കാര്യങ്ങളിൽ ഇവർക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. അച്ഛനും അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം, അത്രയേ ഉള്ളൂ. അമ്മ കേൾക്കുന്നുണ്ടോ? സന്തോഷം.